Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 364 2025 ഈ ഒരു പോസ്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഡെയിലി MCQs ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഓൾറെഡി 15 ചോദ്യങ്ങൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ടാക്സ്, അതുപോലെ തന്നെ അക്കൗണ്ടിങ്, ഈ 3 മൊഡ്യൂൾസിന്റെയും ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 100 ഡേ സ്റ്റഡി പ്ലാൻ വീഡിയോ, ദെൻ മൊഡ്യൂൾ വൈസ് അനാലിസിസ്, ഇതൊക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് കേട്ടോ. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ജൂനിയർ അക്കൗണ്ടന്റിന്റെ ക്ലാസ്സസ് ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഡിസ്കഷനിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ് നെക്സ്റ്റ് നമുക്ക് കാണാനുള്ള സ്റ്റേറ്റ്മെന്റ്സ്. ഇതാണ് നമ്പർ 1. ബിൻ കാർഡ് ഷോസ് ബോത്ത് ക്വാണ്ടിറ്റി ആൻഡ് വാല്യൂ ഓഫ് മെറ്റീരിയൽസ്. നമ്പർ 2. സ്റ്റോർസ് ലെഡ്ജർ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ കോസ്റ്റ് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്. നമ്പർ 3. ബിൻ കാർഡ് ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് സ്റ്റോർ ലൊക്കേഷൻ. ഇതാണ് 3 സ്റ്റേറ്റ്മെന്റ്സ്. 4 ഓപ്ഷൻ 1 and 2, 2 and 3, only 3, all are correct. നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ബിൻ കാർഡ് ഷോസ് ബോത്ത് ക്വാണ്ടിറ്റി ആൻഡ് വാല്യൂ ഓഫ് മെറ്റീരിയൽസ്. അത് തെറ്റല്ലേ? ബിൻ കാർഡിൽ ക്വാണ്ടിറ്റി മാത്രമാണ് ഉണ്ടാവുക, വാല്യൂ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമ്പർ 2. സ്റ്റോർസ് ലെഡ്ജർ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ കോസ്റ്റ് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്. അത് കറക്റ്റാ. സ്റ്റോർസ് ലെഡ്ജർ കോസ്റ്റ് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ദെൻ നമ്പർ 3. ബിൻ കാർഡ് ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് സ്റ്റോർ ലൊക്കേഷൻ. അതും ശരിയാണ്. ബിൻ കാർഡ് സ്റ്റോർ ലൊക്കേഷനിലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ 2ഉം 3 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ബിൻ കാർഡ് പിന്നെ അവിടെ തന്നെയാണല്ലോ വരുന്നത്. ഓപ്ഷൻ ബി. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 17 റിലേറ്റഡ് വിത്ത് EOQ. EOQ balances ordering and carrying costs. Number 2. EOQ assumes constant demand. Number 3. EOQ eliminates stock out risk completely. ഇതാണ് 3 പറഞ്ഞിട്ടുള്ളത്. 1 and 2, 2 and 3, 1 and 3, all are correct. നോക്കാം നമുക്ക്. നമ്പർ 1. EOQ balances ordering and carrying cost എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ അതാണ്. നമുക്കൊരു ഒപ്റ്റിമം ലെവല് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓർഡറിങ് ആൻഡ് ക്യാരിങ് കോസ്റ്റ് ഏറ്റവും ബാലൻസ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് EOQ. അതാണ് ഒപ്റ്റിമം ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ദെൻ EOQ assumes കോൺസ്റ്റന്റ് ഡിമാൻഡ്. അതും കറക്റ്റാ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ദ ഇയർ ഡിമാൻഡ് ഉണ്ടായിരിക്കും എന്നുള്ള അസംഷനിലാണ് EOQ മാത്തമാറ്റിക്കൽ ഇക്വേഷനിൽ. അതല്ലാണ്ട് ഡിമാൻഡിലുള്ള ഫ്ലക്ച്വേഷൻ, വാരിയബിലിറ്റി, ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും EOQയിൽ പറയുന്നില്ല. ത്രൂ ഔട്ട് ദ ഇയർ ഡിമാൻഡ് പ്രൊഡക്റ്റിന് ഉണ്ടാകും എന്നുള്ളതിൻ്റെ ബേസിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് ഡെയിലി ലൈഫിൽ അങ്ങനെയല്ല നമുക്കറിയാം. ബട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. ഡെയിലി ലൈഫിൽ വാരിയബിലിറ്റി ചേഞ്ചസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ബട്ട് അസംഷൻ അങ്ങനെയാണ് ഇവിടെ. അപ്പോൾ 1ഉം 2ഉം കറക്റ്റ് ആണ്. ദെൻ നമ്പർ 3. EOQ എലിമിനേറ്റ് സ്റ്റോക്ക് ഔട്ട് റിസ്ക് കംപ്ലീറ്റ്ലി. സ്റ്റോക്ക് ഔട്ട് റിസ്ക് കംപ്ലീറ്റ് ആയിട്ട് EOQ എലിമിനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു പല വാരിയേഷൻസും ഡിമാൻഡിൽ ഉണ്ടായിരിക്കും, റിസ്ക് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അതൊന്നും EOQ എലിമിനേറ്റ് ചെയ്യുന്നില്ല. നമുക്ക് ആ റിസ്കിനെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സേഫ്റ്റി സ്റ്റോക്ക് ലെവൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അതും കൂടി നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ EOQ എലിമിനേറ്റ് ചെയ്യണു സ്റ്റോക്ക് ഔട്ട് റിസ്ക് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 1ഉം 2 ആണ് കറക്റ്റ് ആയിട്ട് വരെ. ഓപ്ഷൻ എ ആണ് ആൻസർ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 18. Reorder level indicates when to place a new order. Number 2. Reorder level depends on maximum consumption only. Number 3. Reorder level prevents stock out. 1 and 3, 2 and 3, only 1, all are correct. നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? റീഓർഡർ ലെവൽ ഇൻഡിക്കേറ്റ്സ് വെൻ ടു പ്ലേസ് എ ന്യൂ ഓർഡർ. അതിനെയല്ല റീഓർഡർ ലെവൽ എന്ന് പറയാം. എപ്പോൾ പുതിയൊരു ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യണം എന്നുള്ളതാണ് റീഓർഡർ ലെവലിൽ നമ്മൾ നോക്കുന്നത്.
കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നമ്പർ 2, റീഓർഡർ ലെവൽ ഡിപ്പെൻഡ്സ് ഓൺ മാക്സിമം കൺസംഷൻ ഓൺലി. അത് തെറ്റാണ്. റീഓർഡർ ലെവൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാക്സിമം കൺസംഷനും അതിൻ്റെ ലീഡ് ടൈമും കൂടി എടുക്കണം നമ്മൾ, അല്ലേ? കൺസംഷൻ മാത്രമല്ല, ടൈമും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കൺസംഷൻ്റെ ബേസിൽ മാത്രമല്ല, ലീഡ് ടൈമും കൂടി നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ദെൻ നമ്പർ 3, റീഓർഡർ ലെവൽ പ്രിവെന്റ് സ്റ്റോക്ക് ഔട്ട്. അത് ശരിയല്ലേ? റീഓർഡർ ലെവലിൽ നമുക്ക് എപ്പോഴാണ് വീണ്ടും ഒരു ഓർഡർ ചെയ്യേണ്ട സമയം എന്നുള്ളത് അറിയാൻ സാധിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഔട്ടിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പോൾ 1ഉം 3ഉം ആണ് കറക്റ്റായിട്ട് വരാം. സ്റ്റോക്ക് ഔട്ട് പ്രോബ്ലം ഇല്ലാണ്ടാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന റീഓർഡർ ലെവലാണ്. കഴിയുമ്പോഴേക്കും വീണ്ടും ഓർഡർ ചെയ്യണം എന്നുള്ളത് അറിയാൻ പറ്റുന്നു ഇതിലൂടെ. സോ 1ഉം 3 ആണ് കറക്റ്റ് വരാം. ഓപ്ഷൻ എ ആണ് ആൻസർ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 19. Material issue not authorizes issue of materials. It helps in material cost allocation. It is prepared by the production department. 1 and 2, 2 and 3, 1 and 3 all are correct. നോക്കാം. മെറ്റീരിയൽ ഇഷ്യൂ നോട്ട് ഓതറൈസസ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കറക്റ്റ് അല്ലേ? മെറ്റീരിയൽ ഇഷ്യൂ നോട്ടിലാണ് നമ്മൾ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്തതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഓതറൈസ് ചെയ്ത് വെക്കുന്നത്. കറക്റ്റാണ്. ഇഷ്യൂ നോട്ടിലാണ് എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസിനെ ഓതറൈസ് ചെയ്യുന്നത്. ശരിയായിട്ടുള്ള കാര്യമാണ്. ഇത്ര ഇഷ്യൂ നടത്തി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ മെറ്റീരിയൽ കോസ്റ്റ് അലോക്കേഷൻ. അതിലൂടെ നമുക്ക് മെറ്റീരിയൽ കോസ്റ്റിനെ മെറ്റീരിയൽ കോസ്റ്റ് അലോക്കേഷൻ പോസിബിൾ ആണ് മെറ്റീരിയൽ ഇഷ്യൂ നോട്ടിലൂടെ. കാരണം എത്ര ഇഷ്യൂ ചെയ്തു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുന്നു. സോ കോസ്റ്റ് അലോക്കേഷൻ അത് ഹെൽപ്പ് ചെയ്യുന്നു. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ദെൻ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. മെറ്റീരിയൽ ഇഷ്യൂ നോട്ട് ആക്ച്വലി പ്രിപ്പയർ ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണെന്നാണ് പറയുന്നത്. ആക്ച്വലി ഇത് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ, റിയൽ ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റാണ്. അപ്പോൾ ഇത് മൂന്നാമത്തെ തെറ്റാണ്. നമ്മൾ നോക്കുമ്പോൾ എന്താണ് മെറ്റീരിയൽ റിലേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ ആണ് എങ്കിലും അതിൻ്റെ ആക്ച്വൽ ഇത് ചെയ്യുന്നത് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ അതുകൊണ്ട് നമുക്കിത് തെറ്റായിട്ട് പറയേണ്ടതായിട്ട് വരും. സ്റ്റോഴ്സ് ആണ് ഇതിൻ്റെ റിയൽ ആൻസർ വരാം. നമ്മൾ നോക്കുമ്പോൾ എനിക്ക് പ്രൊഡക്ഷൻ തന്നെയാണോ എന്നുള്ളത് തോന്നും, പക്ഷേ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് കറക്റ്റ് ആൻസർ. സോ 1ഉം 2 ആണ് ആൻസർ വരാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നമുക്കൊരു ചോദ്യം കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 20. Direct materials are traceable to cost units. Indirect materials are charged directly to jobs. Lubricants are indirect materials. 1 and 3, 1 and 2, 2 and 3 all are correct. Number 1, direct materials are traceable to cost units. Correct അല്ലേ? അതുകൊണ്ടാണ് അതിനെ direct material എന്ന് പറയുന്നത്. We can easily traceable. കോസ്റ്റ് യൂണിറ്റിൽ ഡിറക്റ്റ് മെറ്റീരിയലിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഡയറക്ട്ലി ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ശരിയായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അതിനെ ഡിറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയണത് ഞാൻ പറഞ്ഞു. ഈ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് ആർ ചാർജ് ഡയറക്ട്ലി ടു ജോബ്സ് എന്ന് പറയുന്നത് തെറ്റല്ലേ? ഇൻഡയറക്റ്റ് മെറ്റീരിയലിനെ നമുക്ക് ഡയറക്ട്ലി ചാർജ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ നമുക്ക് ഡയറക്ട്ലി ചാർജ് ചെയ്യാൻ സാധിക്കില്ല. ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ലൂബ്രിക്കൻസ് ആർ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്. കറക്റ്റ് അല്ലേ? ഓയില് അതൊക്കെ ലൂബ്രിക്കൻസ് ആണ്. അതൊക്കെ ഇൻഡയറക്റ്റ് മെറ്റീരിയലാണ്. നമുക്ക് കറക്റ്റായിട്ട് ഓരോന്നിലും എത്ര യൂസ് ചെയ്തു നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മളതിനെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. സോ 1ഉം 3 ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലെ നെക്സ്റ്റ് ഒരു 5 ചോദ്യങ്ങൾ കൂടിയാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തതിന്. ഒരു 5 ക്വസ്റ്റ്യൻസ് കൂടി ഇൻട്രൊഡക്ഷൻ പാർട്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു സബ്ജക്റ്റിൻ്റെ MCQസിലോട്ട് കടക്കുന്നതായിരിക്കും. പിന്നെ ഡിസ്കസ് ചെയ്തൊക്കെ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഡെയിലി MCQs പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് മെയിൻ ലിസ്റ്റിലോട്ട് കയറണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തേ തീരൂ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.